പത്രപ്രവർത്തകൻ വാർത്ത രചിക്കരുത്. വാർത്ത എന്നാൽ വസ്തുതകളുടെ വിവരണമാണ്, അല്ലാതെ സർഗസിദ്ധിയുടെ പ്രകടനമല്ല. പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖയുമല്ല. ഈ നാട്ടിലെ ക്രിസ്ത്യാനികളിൽ ഒരുപാട് ക്രൈസ്തവ ഹിന്ദുക്കൾ ഉള്ളതായി പോങ്ങൻ അറിയാം, വ്യക്തിപരമായി അറിയാം. എണ്ണത്തിൽ കുറവെങ്കിലും മുസ്ലിം ഹൈന്ദവരും ഈ നാട്ടിലുണ്ട്. നന്ദിയോടെ നായപ്പണി ചെയ്യുന്ന മാധ്യമധർമ്മക്കാരുടെ മാതൃഭൂമിയായി കേരളം മാറുമ്പോൾ ഹൈന്ദവരുടെ ജന്മഭൂമിയായ അല്ലെങ്കിൽ മാതൃഭൂമിയായിട്ടുള്ള ഈ മണ്ണിൽ ഒരു ധർമ്മഭൂമി ഉയർന്നു വരണം. വരിക്കാരൻ, വായനക്കാരൻ. മാതൃഭൂമിയിൽ വഹിച്ചുകൊണ്ടിരുന്ന ഈ 2 പദവികളിൽ നിന്നും പോങ്ങൻ രാജിവെച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ കുറച്ചു വർഷങ്ങളായി മാതൃഭൂമിയുടെ ദിനപത്രം, ആഴ്ചപ്പതിപ്പ്, അവരുടെ വാർത്താ ചാനൽ, അതുപോലെ തന്നെ ഓൺലൈൻ പതിപ്പ് എന്നിങ്ങനെ ഒന്നിനും പോങ്ങൻ കണ്ണും കാശും നൽകാറില്ല. തൊഴിൽ വിരോധിയായിരുന്നത് കൊണ്ട് പോങ്ങൻ തൊഴിൽ വാർത്തയോട് സവിശേഷമായിട്ടുള്ള ഒരുതരം ശത്രുത പണ്ടേ തന്നെ പുലർത്തിയും പോന്നിരുന്നു. പോങ്ങന്റെ മനസ്സിനും ബുദ്ധിക്കും വളരെ ഇണങ്ങുന്നതും ഈയുള്ളവന്റെ ആസ്വാദന ശേഷിയെ അപാരമായി മൂർച്ഛിപ്പിക്കുന്നതുമായിട്ടുള്ള അവരുടെ ഒരു പ്രധാന പ്രസിദ്ധീകരണമാണ് ബാലഭൂമി. ആ ബാലഭൂമി പോലും പോങ്ങൻ വർജിച്ചു കളഞ്ഞു. അതുകൊണ്ട് 3 നഷ്ടമേ പോങ്ങന് സംഭവിച്ചുള്ളൂ. 3 നഷ്ടങ്ങൾ. 1 സാംസ്കാരിക പാഷാണം, 2 അജൈവ സാഹിത്യം, 3 വാർത്താ മാലിന്യം. പോങ്ങന്റെ മനസ്സിന് ഇത് 3 ലഭിക്കുന്നില്ല എന്നതാണ് മാതൃഭൂമി ഉപേക്ഷിച്ചതിന്റെ ഒരേ ഒരു പാർശ്വഫലം. പക്ഷെ ആ നഷ്ടം കൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായുള്ളൂ, അല്ലെങ്കിൽ ഗുണം മാത്രമേ തരപ്പെട്ടുള്ളൂ. മനസ്സമാധാനം എന്താണെന്ന് അറിയാൻ സാധിച്ചു. അതാണ് മാതൃഭൂമിയിൽ നിന്നും അകന്നത് വഴിയുള്ള ഗുണം. ഈ പോങ്ങൻ മാത്രമല്ല, മാതൃഭൂമി ഉപേക്ഷിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. ആദ്യം താളിൽ മുളച്ച മീശയാണ് വായനക്കാരെ തുരത്തിയതെങ്കിൽ ഇപ്പോൾ തലക്കെട്ടിൽ പ്രകാശിച്ച നന്ദിയാണ് വരിക്കാരെ മാതൃഭൂമിയിൽ നിന്നും തുരത്തുന്നത്. കിട്ടിയില്ലല്ലേ? പറയാം. എസ് ഹരീഷിന്റെ മീശ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ താളുകളിൽ കിളിർത്തു വന്നപ്പോൾ കുറെ അധികം ആളുകൾ മാതൃഭൂമിയിൽ നിന്നും കൊഴിഞ്ഞു പോയിരുന്നു. എഴുത്തുകാരൻ ഹരീഷിന് പുരോഗമന പ്രായപൂർത്തി വന്നപ്പോൾ മുളച്ചതാണ് ആ മീശ. സമൂലം ബഹുമാനപ്പെട്ട പത്രാധിപർ തന്റെ രോമാസക്തത കാരണം ഹരീഷിന്റെ മീശയെ പാകി കിളിർപ്പിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ താളുകളിലൂടെ വായനക്കാർക്ക് സമ്മാനിച്ചു. ആക്ഷേപവും അവഹേളനവും പുരണ്ടിരിക്കുന്ന കണ്ടവന്റെ പുരോഗമന മീശ കീശയിലെ കാശ് കൊടുത്തു വാങ്ങി സ്വന്തം അഭിമാനത്തെ സ്വയം അപമാനിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യർ ആഴ്ചപ്പതിപ്പ് വാങ്ങുന്നതും വായിക്കുന്നതും സ്വമനസാലെ അങ്ങ് നിർത്തിക്കളഞ്ഞു. കച്ചവടം നഷ്ടത്തിലായ പത്രമുതലാളി ആഴ്ചപ്പതിപ്പിൽ നിന്നും പുരോഗമന മീശ പിഴുതു കളഞ്ഞ് വായനക്കാരുടെ പിണക്കം മാറ്റാൻ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചു നോക്കി. പക്ഷേ പിണങ്ങിപ്പോയ വായനക്കാർ ആഴ്ചപ്പതിപ്പിലേക്ക് പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. അതോടെ അക്കിടി മനസ്സിലാക്കിയ തീവ്ര പുരോഗമന സംഘം അവരുടെ വികലമായിട്ടുള്ള പരിഷ്കൃത ബുദ്ധിയെ പഴികളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടി വളരെ കൗശലപൂർവ്വം മീശ പിഴുത കുറ്റം സംഘികളുടെ തലയിൽ ചാർത്തി. ആ തന്ത്രം ഫലിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നാം. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി പോകണതൊന്ന് പറയാം. ഒരുപക്ഷെ കടുത്ത നിലയിലുള്ള സാംസ്കാരിക ബാധ തീണ്ടിയവരെ ഒരൽപ്പം അലോസരപ്പെടുത്തുന്ന നിലയിലുള്ള ഉദാഹരണമായിരിക്കും പോങ്ങൻ പറയുന്നത്. അത് പോങ്ങന്റെ സഹജമായിട്ടുള്ള ഒരു സാംസ്കാരിക രാഹിത്യം കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ പോങ്ങന്റെ ഒരു മര്യാദയില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു കാതു മാത്രം ഇനിയുള്ള ഉദാഹരണത്തിന് വെച്ചാൽ മതി. അതായത് ഉഭയസമ്മതത്തിന്റെ പരിധിയിൽ വരാത്ത വിധം തന്റെ അച്ചിയെ ബലാൽ പ്രാപിക്കുന്ന ഒരു നേതാവിനെ ഉടുക്കാക്കുണ്ടിയോടുകൂടി തന്നെ പ്രബുദ്ധനായിട്ടുള്ള ഒരു അണി പിടികൂടിയെന്നിരിക്കട്ടെ. എന്താ സംഭവിക്കുക? സ്വാഭാവികമായും നേതാവ് പരേതനും അണി ഘാതകനും ആ അണിയുടെ അച്ചി ഇരയുമായി തീരാം, അല്ലെ? അത്ര പ്രക്ഷുബ്ധമാണ് സന്ദർഭം. എന്നാൽ സ്വന്തം തടി രക്ഷിക്കാൻ ആ നേതാവിന് ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി. അതായത് ഘോര വർഗീയവാദികളായിട്ടുള്ള സംഘികളിൽ നിന്നും നമ്മുടെ നാട്ടുമതേതരത്വത്തെ സംരക്ഷിക്കാനും ഭ്രൂണം കുത്തികളുടെ കരാള ശൂലങ്ങളിൽ നിന്നും ന്യൂനപക്ഷ മതസ്ഥകളുടെ നിറവയറുകളെ സംരക്ഷിക്കാനുമായി താൻ നടത്തുന്ന വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനമാണ് ഇപ്പോൾ നിന്റെ അച്ചിക്കുമേൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മതി, അത്രയും പറഞ്ഞാൽ മതി. നിയുക്ത ഘാതകനായി കോപച്ചുരമാന്തി നിൽക്കുന്ന ആ അണിയാൻ അതോടുകൂടി അടങ്ങും. കട്ടായം. അവൻ മതേതര മൂർച്ചയിൽ മാനവികത സ്കലിപ്പിച്ച് അവിടെ അങ്ങോട്ട് മയങ്ങി നിൽക്കും. അതും കട്ടായം. അന്തരീക്ഷമാകെ സമാധാനം പരക്കും. അത് വളരെ വളരെ കട്ടായം. തന്റെ അച്ചിക്കുമേൽ ഉടുക്കാക്കുണ്ടൻ നേതാവ് നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവൻ പൂർണ്ണ പിന്തുണ അർപ്പിക്കുകയും ചെയ്യും. അത് അത്രമേൽ കട്ടായം. അതാണ് നവകേരളീയരിൽ കാണപ്പെടുന്ന പ്രബുദ്ധതയുടെ ആ ഊക്ക്. കിട്ടിയോ? കുശാഗ്രബുദ്ധനായിട്ടുള്ള ആ ഉടുക്കാക്കുണ്ടൻ നേതാവിന്റെ അതേ കൗശലമാണ് മാതൃഭൂമി പത്രാധിപ സംഘവും സത്യത്തിൽ പുറത്തെടുത്തത്. അതായത് ആഴ്ചപ്പതിപ്പിന് നേരെ സംഘീയ ആക്രമണം നടക്കുന്നതായി അവർ പ്രബുദ്ധ സമൂഹത്തെ അറിയിച്ചു. മാത്രമല്ല, പത്രാധിപ കസേരയിൽ പത്രമുതലാളി പിടിച്ചൊരു കുലുക്കും കുലുക്കി. കസേരയിൽ നിന്ന് ആശാനെ എടുത്ത് നിലത്തടിക്കാനാണ് ഉന്നം. അത് മനസ്സിലാക്കി പത്രാധിപർ തന്റെ പദവിയിൽ നിന്ന് ആപാദചൂടം രാജിവെച്ച് കളഞ്ഞു. ശേഷം മഹത്തായ തന്റെ തീവ്ര പുരോഗമന വിപ്ലവ ജീവിതത്തെ സംഘികൾ നിഷ്കരുണം പിച്ചിച്ചീന്തിയെന്ന് ആ പത്രാധിപ ശ്രേഷ്ഠൻ സാംസ്കാരിക കേരളം കേൾക്കെ വിലപിച്ചും കൊടുത്തു.
അതോടെ പ്രബുദ്ധ കേരളം എഴുന്നേറ്റ് മൂരി നിവർത്തി. സാംസ്കാരിക നായകൾ മതേതര രാഗത്തിൽ ഇടതടവില്ലാതെ കുരച്ചു. നമ്മുടെ ആ ഡബിൾ കുട്ടി ടീച്ചർ വളരെ രഹസ്യമായി ആഴ്ചപ്പതിപ്പിനെയും പരസ്യമായി പത്രാധിപരെയും പിന്തുണച്ചു എന്നാണ് കേൾവി. മാതൃഭൂമിക്ക് വേണ്ടി കഥകൾ നിർമ്മിച്ചു കൊടുക്കാതെ മിച്ചമുള്ള അവശേഷിക്കുന്ന വായനക്കാരിൽ സാഹിത്യ ശോഷണം സംഭവിപ്പിക്കുമെന്ന് കഥാകൃത്യം ചെയ്യുന്ന പ്രമുഖ സാഹിത്യ പാതകികൾ ഭീഷണിയും പറഞ്ഞു. കമ്പിയിട്ട് വാർത്ത് നല്ലോണം ബലപ്പെടുത്തി കഥകൾ പണിയുന്ന നമ്മുടെ ആറുണ്ണി മേസ്തിരിയൊക്കെ പിന്നീട് മാതൃഭൂമിക്ക് വേണ്ടി കഥ നിർമ്മിക്കാനൊക്കെ തുടങ്ങിയെന്നും കേൾക്കുന്നു. എന്തായാലും ഹരീഷിന് മുളച്ച പുരോഗമന മീശ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഒരുപാട് വായനക്കാരെ കൊഴിച്ചു കളഞ്ഞു. സത്യത്തിൽ കൊഴിഞ്ഞു പോയിട്ടുള്ള വായനക്കാരൊക്കെ സംഘികളായിരുന്നു. അല്ല, അഭിമാനികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾ മാത്രമായിരുന്നു അവർ. സ്വാഭാവികമായിട്ടും അതിൽ സംഖ്യകൾ കണ്ടേക്കാമെന്ന് മാത്രം. എന്നാൽ മാതൃഭൂമിയുടെ താളുകളിൽ നിന്നും ഹരീഷിന്റെ മീശ വടിച്ചു കളഞ്ഞത് സംഖ്യകളുടെ മാത്രം രോഷമാണെന്ന വാദം തീർച്ചയായിട്ടും നിലനിൽപ്പ് ബുദ്ധിയോടുകൂടി പുറത്തെടുത്ത, അതായത് പത്രാധിപ സംഘം പുറത്തെടുത്ത ഒരു അതിജീവന തട്ടിപ്പാണ്, അതിജീവന തന്ത്രമാണ്. പക്ഷേ നമ്മുടെ പ്രബുദ്ധ വിഡ്ഢികൾ ഒറ്റക്കെട്ടായി അതങ്ങ് വിശ്വസിച്ചു. സംഘികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രതിരോധ യന്ത്രം പോലെ തന്റെ അച്ചിക്കുമേൽ കമഴ്ന്നു കാണപ്പെടുന്ന ആ ഉടുക്കാക്കുണ്ടൻ നേതാവിന് പിന്തുണ നൽകുന്ന പ്രബുദ്ധ അണിയാന്റെ അതേ ആത്മാർത്ഥതയോടെ പത്രാധിപർക്ക് പ്രബുദ്ധ കേരളം പിന്തുണയും നൽകി. എന്നാൽ സാമാന്യ ബോധമുള്ള മനുഷ്യർ അക്കാര്യത്തിൽ സംഖ്യകളെ പഴിച്ചില്ല. ഈ ഭ്രൂണം കുത്ത്, ലോകസമാധാനം തകർക്കൽ, തീവ്രവാദ സ്ഫോടനങ്ങളുടെ നടത്തിപ്പ്, ഭൂഗോളത്തെ രാമഭൂമിയാക്കൽ, ഹിന്ദുമത വ്യാപനം മുതലായിട്ടുള്ള ജോലികൾ കഴിഞ്ഞ് കേസരിയോ ജന്മഭൂമിയോ പോലും വാങ്ങി വായിക്കാൻ സംഖ്യകൾക്ക് ഇവിടെ നേരം കിട്ടുന്നില്ല. സമൂഹത്തിൽ നിന്നും സമാധാനത്തെ തുടച്ചു നീക്കാൻ യത്നിക്കുന്ന ആ സംഖ്യകൾ മാനവൈക്യത്തിനും ലോക നന്മയ്ക്കും അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കുമായി ടൺ കണക്കിന് അച്ചടിമഷി ചെലവാക്കുന്ന മാതൃഭൂമിയുടെ മീശ പിടിക്കാൻ സമയം കളയുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള മനുഷ്യർ അത് വല്ലതും വിശ്വസിക്കുമോ? എന്തായാലും ആഴ്ചപ്പതിപ്പിന്റെ താളിൽ ഹരീഷിന്റെ മീശ മുളച്ചതോടെ സുടുഭൂമിയിലേക്കുള്ള മാതൃഭൂമിയുടെ പതനത്തിന്റെ വേഗതയും കൂടി. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ദിനപത്രത്തിന്റെ തലക്കെട്ട് രാഹുലിനോടുള്ള നന്ദിയാൽ പ്രകാശിച്ചു. ഇന്ത്യൻ പാർലമെന്റിൽ പരമശിവന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാധാന്യമുള്ളതായി പോകാൻ തോന്നുന്നില്ല. എങ്കിലും ശ്രീ രാഹുൽ നെഹ്റു പരമശിവനെയും കൂട്ടിയാണ് പാർലമെന്റിലേക്ക് ചെന്നത്. ശിവന്റെ അഭയമുദ്രയെ പറ്റിയൊക്കെ രാഹുൽ നെഹ്റു വളരെ കാര്യമായ പഠനവും നടത്തിയിട്ടുണ്ട്. എന്തായാലും പാർലമെന്റിലെ പ്രകടനത്തിന് പിന്നിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്, കൃത്യമായ തിരക്കഥയുണ്ട്. അത് സ്വാഭാവികം. വാർദ്ധക്യത്തിന്റെ വക്കിൽ പോലും യുവാവായിരിക്കാൻ കഴിയുന്ന വൈഭവം മാത്രമല്ല, വരുംവരായികൾ നോക്കാതെ തന്റെ വൈജ്ഞാനിക ദാഹം കൊണ്ട് സ്വന്തം സൈദ്ധാന്തിക സ്ഥിതിയെ വെല്ലുവിളിക്കാനുള്ള ധൈര്യം വരെ നമ്മുടെ രാഹുൽ നെഹ്റു നിർഭയം പാർലമെന്റിൽ പ്രദർശിപ്പിച്ചു കളഞ്ഞു. ഒരു കാര്യം ഓർക്കണം, ഇന്ത്യൻ ഭരണഘടനയുടെ ഭാവിയെ പ്രതി ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് പേർ മാതൃഭൂമിയിലൂടെ മാധ്യമധർമ്മം എടുത്ത് കുക്ഷി നിറയ്ക്കുകയും കുടുംബം പോറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഭരണഘടനയെ കാർന്നു തിന്നാൻ തക്കം പാർത്തിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദന്തനിരകൾക്ക് മുനനഷ്ടം വരുത്തുവാൻ കെൽപ്പുള്ളവനാണ് രാഹുൽ നെഹ്റു എന്ന തോന്നൽ ആ മാധ്യമ ധർമ്മക്കാരന്മാരിൽ ഉണർന്നിരിക്കാൻ. ആ തോന്നൽ നൽകിയ ആശ്വാസത്തെ മാനിച്ചുകൊണ്ടാവണം അവർ രാഹുലിന് നന്ദി പറഞ്ഞത്. നന്ദി ഒരു നന്മയുള്ള വികാരമാണ്. നന്ദി പ്രകാശനം എന്നത് മാതൃകയാക്കാവുന്ന ഒരു മഹത്തായ വൈകാരിക പ്രകടനമാണ്. കാര്യമിങ്ങനെയൊക്കെ ആണെങ്കിലും ആ നന്ദി പ്രകാശനത്തോടുകൂടി മാതൃഭൂമിയിൽ നിന്നും വായനക്കാർ വീണ്ടും കൊഴിയാൻ തുടങ്ങി. സംഖ്യകൾ മാത്രമാണ് കൊഴിയുന്നതെന്നും പറയാൻ പറ്റില്ല. സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മാതൃഭൂമിയുടെ നന്ദി ദഹിക്കാനിടയില്ല. കാരണം ഇതല്ല മാധ്യമ പ്രവർത്തനം, ഇങ്ങനെയല്ല വാർത്തകൾ അവതരിപ്പിക്കേണ്ടത്. അക്കാര്യം സാമാന്യ ബോധമുള്ള മനുഷ്യർക്കറിയാം. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണിയോ അനുഭാവിയോ ആയിട്ടുള്ള ഒരു സാധാരണ പൗരൻ തൻ്റെ ഫേസ്ബുക്ക് വാളിൽ സ്വന്തം അഭിപ്രായം പോസ്റ്റ് ചെയ്യുന്ന ലാഘവത്തോടെ ഒരു പത്രപ്രവർത്തകൻ വാർത്ത രചിക്കരുത്. സർഗപ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ സാഹിത്യ രചനയുടെയോ പരിധിയിൽ വരുന്ന ഒന്നല്ല വാർത്ത. വാർത്ത എന്നാൽ വസ്തുതകളുടെ വിവരണമാണ്, അല്ലാതെ സർഗസിദ്ധിയുടെ പ്രകടനമല്ല. പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു സാഹിത്യ ശാഖയുമല്ല. കലാകായിക രംഗങ്ങളെ പറ്റിയൊക്കെ വർണ്ണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ഭാവനയൊക്കെ കലർത്താം, പൊടിപ്പും തൊങ്ങലും ഒക്കെ വെക്കാം, കാരണം അതൊരു വിനോദ വിഭാഗമാണ്. എന്നാൽ പാർലമെന്റ് കാര്യങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും മതസംബന്ധിയായിട്ടുള്ള വർത്തമാനങ്ങളിലും നിയമത്തെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴും ഒക്കെ സ്വന്തം താല്പര്യങ്ങളോ സർഗസിദ്ധിയോ പത്രപ്രവർത്തകൻ ഇറ്റിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാതൃഭൂമിയുടെ പക്ഷപാതപരമായിട്ടുള്ള പത്രപ്രവർത്തനം തീർച്ചയായും മാധ്യമധർമ്മത്തിന്റെ അതിരു കടന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കിയവരാണ് പിരിഞ്ഞു പോകുന്നത്. അതിൽ സ്വാഭാവികമായിട്ട് സംഖ്യകളും കണ്ടേക്കാം. ഇത് മാതൃഭൂമിയുടെ മാത്രം കുഴപ്പമല്ല. മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നവരാണ്. മാധ്യമങ്ങൾ പ്രതിപക്ഷ ബുദ്ധി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ വകതിരിവില്ലായ്മയ്ക്ക് നന്ദി പറയുക എന്നല്ല അർത്ഥം. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പാകതയില്ലായ്മകൾക്ക് പിന്തുണയോ പ്രോത്സാഹനമോ ചൊരിയുക എന്നല്ല അർത്ഥം. ഹിന്ദുക്കൾ എന്നാൽ എളുപ്പം സ്വാധീനിക്കാവുന്ന വെറുമൊരു വോട്ടിൻ പറ്റമായി കാണുന്ന രാഹുൽ നെഹ്റുമാർ ഉള്ള നാട്ടിൽ
അത്തരം രാഹുൽ നെഹ്റുമാർക്ക് നന്ദിയോടെ നായപ്പണി ചെയ്യുന്ന മാധ്യമധർമ്മക്കാരുടെ മാതൃഭൂമിയായി കേരളം മാറുമ്പോൾ ഹൈന്ദവരുടെ ജന്മഭൂമിയായ അല്ലെങ്കിൽ മാതൃഭൂമിയായിട്ടുള്ള ഈ മണ്ണിൽ ഒരു ധർമ്മഭൂമി ഉയർന്നു വരണം. അങ്ങനെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും പോകാനുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിൽക്കുന്ന ദേശബുദ്ധിയും മതത്തിന് അതീതമായിട്ടുള്ള മാനവിക ബോധവും സമത്വ ചിന്ത നിറഞ്ഞ സഹജീവി സ്നേഹവുമൊക്കെ പേറുന്ന ഹൈന്ദവ ജനതയ്ക്ക് അവരുടെ ഈ ജന്മഭൂമിയിൽ, ഈ മാതൃഭൂമിയിൽ തീർച്ചയായും ഒരു ധർമ്മഭൂമി കൂടി ഉണ്ടാവണം. ഹൈന്ദവരുടെ രാഷ്ട്രീയ കൂട്ടായ്മയാണ് വർഗീയമാവുന്നതെങ്കിൽ അവർക്ക് ധാർമ്മിക കൂട്ടായ്മയാകാമല്ലോ അല്ലേ? സനാതനമായിട്ടുള്ള ധർമ്മബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കൂട്ടായ്മ. ജന്മഭൂമി സംഘിഭൂമിയാണെന്ന ആക്ഷേപമുള്ള സനാതന ധർമ്മികൾക്കും മാതൃഭൂമി സുടുഭൂമിയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മനുഷ്യർക്കും ഒരുപോലെ സ്വീകാര്യമാവുന്ന ഒരു ധർമ്മഭൂമി അത് ഈ നവകേരളത്തിൽ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാ? ധർമ്മ സംരക്ഷണത്തിന് പുതിയൊരു മാധ്യമം, അതാവണം ധർമ്മഭൂമി. നമ്പൂതിരി മുതൽ നസ്രാണി വരെയുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു ധർമ്മഭൂമി. നസ്രാണി എങ്ങനെ ഹിന്ദുവാകുമെന്ന് ആരും ചോദിക്കുകയേ അരുത് കേട്ടോ. ഈ നാട്ടിലെ ക്രിസ്ത്യാനികളിൽ ഒരുപാട് ക്രൈസ്തവ ഹിന്ദുക്കൾ ഉള്ളതായി പോങ്ങൻ അറിയാം, വ്യക്തിപരമായി അറിയാം. അതുപോലെ തന്നെ എണ്ണത്തിൽ കുറവെങ്കിലും മുസ്ലിം ഹൈന്ദവരും ഈ നാട്ടിലുണ്ട്. ഹൈന്ദവരെ വോട്ടുകളുടെ വെറുമൊരു കൂട്ടമായി കണ്ടു മനസ്സിലാക്കുകയും മതാടിസ്ഥാനത്തിൽ മനുഷ്യർ സംഘടിതരായി ജനാധിപത്യത്തിന്റെ സാധ്യതകളെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന രാഹുൽ നെഹ്റുമാർക്ക് മുന്നിൽ മാനവികതയുടെ യഥാർത്ഥ മണ്ണായി ഒരു ധർമ്മഭൂമി ഉണ്ടാവുന്നതിൽ യാതൊരു തെറ്റുമില്ല, അല്ലേ? സമയത്തെ മാനിച്ചുകൊണ്ട് പോകാൻ തൽക്കാലം നാവടക്കുന്നു. ഈ ധർമ്മഭൂമിയെ പറ്റി പോകാൻ പറയാനുള്ളത് തീർച്ചയായിട്ടും വഴിയെ പറയാം. നിങ്ങളുടെ മനസ്സിലും ഈ ധർമ്മഭൂമി ഒന്ന് കിടന്നോട്ടെ, അല്ലേ? വളരെ സന്തോഷം.